അങ്ങനെ ഞാൻ കൈദിയുടെ ഒഫീഷ്യൽ റീമേക്ക് ആയ ബോല കണ്ടു. വേറെ ലെവലിൽ പടം. വെറുതെ ഒന്നല്ല കണ്ടത്, 1000 രൂപയ്ക്ക് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുള്ള ആമസോൺ പ്രൈമിൽ 400 രൂപ കൊടുത്ത് റെന്റിനെടുത്താണ് കണ്ടത്. അതും 48 മണിക്കൂറിനുള്ളിൽ തീർക്കുകയും വേണം, 30 ദിവസത്തിനുള്ളിൽ കണ്ടു തീരുകയും വേണം. സോ നമ്മൾ കണ്ട കൈദി ഒന്നല്ല കൈദി. അതെന്ത് പടം? അതൊരു ചവറ് പടം. എനിക്ക് കൈദി കണ്ടപ്പോൾ കുറെ കാര്യങ്ങളൊന്നും മനസ്സിലായിട്ടില്ല. പക്ഷെ ബോല കണ്ടപ്പോഴാണ് ഇതിന്റെ യഥാർത്ഥ കഥ തന്നെ മനസ്സിലായത്. നമ്മൾ കൈദിയിൽ കണ്ടുള്ള കഥയൊന്നുമല്ല ഈ സിനിമയുടെ യഥാർത്ഥ കഥ. ഈ സിനിമയുടെ വൺ ലൈൻ എന്താന്ന് വെച്ചാൽ, തബുവിന്റെ ഒരു പോലീസ് ഓഫീസർ ക്യാരക്ടർ ഉണ്ട്. ആ ഒരു ക്യാരക്ടർ വർക്ക് ചെയ്യുന്ന സ്റ്റേഷനിൽ ഫുൾ കൊതുശല്യാണ്. സോ കൊതുക് നിവാരണത്തിനായിട്ടുള്ള യന്ത്രങ്ങളൊക്കെ അവരുടെ കയ്യിൽ ഉണ്ടെങ്കിലും അത് പ്രവർത്തിപ്പിക്കാനുള്ള ആളില്ല. സോ കൊതുകിന് മരുന്നടിക്കാനുള്ള ആളെ തെരഞ്ഞെടുക്കുമ്പോഴാണ് പാൻ ഇന്ത്യൻ സ്റ്റാർ ആയ ഡൈനോസർ ബായെ തബുവിന്റെ ക്യാരക്ടർ കണ്ടുമുട്ടുന്നത്. എന്തുകൊണ്ടാണ് ഈ പാൻ ഇന്ത്യൻ സ്റ്റാറിന് ഡൈനോസർ ബായ് എന്ന് പറയാനുള്ള കാരണം പിന്നെ പറഞ്ഞുതരാം. അത് കഴിഞ്ഞ് ഇവർ രണ്ടുപേരും കൂടിയുള്ള യാത്രയാണ് സിനിമ മുഴുവനായിട്ട് നമുക്ക് കാണിച്ചു തരുന്നത്. സോ സിനിമയിൽ നമ്മുടെ ഹീറോയെ പരിചയപ്പെടാം, ഡൈനോസർ ബായ്. ഇങ്ങനെ ഡൈനോസർ ബായ് എന്ന് പറയാനുള്ള കാരണം, ഇങ്ങനെ നടന്നു വരുമ്പോൾ ഭൂമിയൊക്കെ ഇങ്ങനെ കുലുങ്ങും, വെള്ളമൊക്കെ ഇങ്ങനെ ഇളകും. അതൊക്കെ ഞാൻ ആകെ കണ്ടിട്ടുള്ളത് ജുറാസിക് പാർക്കിൽ ടീറക്സ് വരുമ്പോഴുള്ള സീനിലാണ്. കൂടാതെ ഈ ഡൈനോസേഴ്സിനൊക്കെ കാണുമ്പോൾ കാട്ടിലുള്ള മറ്റു മൃഗങ്ങളൊക്കെ ഓടിപ്പോകാറുണ്ട്. അതേപോലെ തന്നെ ഈ സിനിമയിൽ ഇങ്ങനെ കാണുമ്പോൾ ഒരു പുലി അടക്കം പേടിച്ച് കണ്ടവഴി ഓടും. സോ എങ്ങനെ പോയാലും ഇദ്ദേഹത്തെ ഡൈനോസർ ബായ് നല്ലാണ്ട് ഞാൻ വിളിക്കില്ല. പണ്ട് തെങ്ങേറ്റായിരുന്നു ഇങ്ങനെയുടെ ജോലി, പക്ഷെ ഇപ്പൊ റിട്ടയർഡ് ആണ്. ആ ജോലിയൊന്നും ഇപ്പൊ ചെയ്യാറില്ല. പക്ഷെ അത് ഇപ്പോഴും ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള തോർത്തുമുണ്ടുകൾ എപ്പോഴും അങ്ങേരുടെ കയ്യിലുണ്ടാവും. ഇത് കൂടാതെ ഈ ഡൈനോസർ ബായ്ക്ക് ഒരുപാട് ഹോബീസ് ഉണ്ട്, വളരെ വിചിത്രമായ കുറെ ഹോബീസ്. എപ്പോഴും പാൻപരാഗ് എടുത്ത് തലയെ തേക്കുക, അതും ചുമന്ന പാൻപരാഗല്ല, വെള്ള കളർ. കുട്ടികളൊക്കെ കാണുന്ന സിനിമ ആയതുകൊണ്ട് ചുമപ്പായിട്ട് കാണിക്കാൻ പറ്റില്ല, അതുകൊണ്ട് VFX ഇട്ട് വെളുപ്പിച്ചു. സോ ഇടയ്ക്കിടയ്ക്ക് ഈ പാൻപരാഗ് എടുത്ത് തലയെ തേക്കലും, ദെൻ ഒരു തള്ളുമൂപ്പനെ വെച്ച് സ്ഥിരം തള്ളി മറയ്ക്കുക, ദെൻ വെറുതെ ഇരിക്കുന്ന ജീപ്പിന്റെ കമ്പിയൊക്കെ വലിച്ചു പൊട്ടിക്കുക, 20 ആൾക്കുള്ള അൽഫാമൊക്കെ ഒറ്റയ്ക്കിരുന്ന് കയറ്റുക, എന്നിട്ട് നമ്മളെ നോക്കി ഏമ്പക്കം വിടുക. വേറെ ആരെങ്കിലൊക്കെ മരത്തിന്റെ ചോട്ടിൽ മൂത്രമൊഴിക്കുന്നത് ഒളിഞ്ഞിരുന്ന് നോക്കുക, എന്നിട്ട് അവരുടെ ടീഷർട്ടൊക്കെ അടിച്ചുകൊണ്ട് പോവുക. ഇങ്ങനത്തെ വളരെ രസകരമായ വിചിത്രമായ ഹോബീസ് ഉള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ പാൻ ഇന്ത്യൻ സ്റ്റാർ. അപ്പൊ സിനിമ തുടങ്ങുമ്പോൾ തന്നെ തബുവിന്റെ ഒരു കാർ ചേസ് ആണ് കാണിക്കുന്നത്. ആ ചേസിന്റെ അവസാനം അവർ ഒരുപാട് പാൻപരാഗ് പിടികൂടുന്നു. സോ ഈ പാൻപരാഗ് കൊണ്ട് വെക്കുന്നത് ഇവരുടെ പോലീസ് സ്റ്റേഷനിലാണ്. പക്ഷേ ഈ പോലീസ് സ്റ്റേഷൻ പഴയ റേഷൻ കട ആയിരുന്നു. കാരണം അവിടെ ഇപ്പോഴും അരിയും പഞ്ചസാരയും മണ്ണെണ്ണയൊക്കെ എപ്പോഴും നമുക്ക് കാണാം. സോ പഴയ റേഷൻ കട ആയതുകൊണ്ട് തന്നെ അവിടെ ഇപ്പോഴും കൊതുശല്യാണ്. പ്രത്യേകിച്ച് ഈ പാൻപരാഗം കൂടി വന്നപ്പോൾ കൊതുവിന്റെ എണ്ണം കൂടി. സോ അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ ഈ കൊതുകടിക്കുള്ള മെഷീനൊക്കെ അവരുടെ ഉണ്ടെങ്കിലും അത് പ്രവർത്തിപ്പിക്കാനുള്ള ആളില്ല. അങ്ങനെ ഒരാളെ തപ്പി നടക്കുകയായിരുന്നു നമ്മുടെ തബുവിന്റെ ക്യാരക്ടർ. അങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ പാൻ ഇന്ത്യൻ സ്റ്റാറിനെ തബു കണ്ടുമുട്ടുന്നത്. സോ ഡൈനോസർ ബായി 10 കൊല്ലമായിട്ട് ജയിലിലായിരുന്നു. ജയിലിൽ പോണതിന് മുമ്പ് അങ്ങേർക്ക് കിടിലൻ ലവ് സ്റ്റോറി ഉണ്ട്. കണ്ട വിണ്ണയി തണ്ടിയോരൊക്കെ മാറി നിൽക്കും. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല, കാരണം എന്തൊക്കെ അതിനെ കുറിച്ച് ഓർത്താലും എന്റെ കണ്ണ് നിറഞ്ഞു. സോ ഇവർ രണ്ടുപേരും കൂടി കണ്ടുമുട്ടി ആ ഒരു കൊതു കടിക്കാനുള്ള പോലീസ് സ്റ്റേഷനിലേക്കുള്ള യാത്രയാണ് പിന്നീട് അങ്ങോട്ട് സിനിമയിൽ. ഇനി നമുക്ക് ഇവരെ ചേസ് ചെയ്ത് വരുന്ന പാൻ ഗാങ്ങിനെ പരിചയപ്പെടാം. കൈദി എന്ന സിനിമയിൽ അർജുൻ ദാസ് അവതരിപ്പിച്ച ആ ഒരു വൃത്തികെട്ട ക്യാരക്ടർ, വളരെ മോശപ്പെട്ട ആ ഒരു സൗണ്ട് ഒന്നുമില്ലാത്ത ക്യാരക്ടറിനെ ഇവിടെ ഒരു കില്ലാടി തന്നെയാണ് അവതരിപ്പിക്കുന്നത്. അർജുൻ ദാസിനെ പോലെ വെറുതെ സൗണ്ടിൽ മോഡുലേഷൻ കാണിച്ചിട്ട് മാസ് കാണിക്കുന്നില്ല, ഇങ്ങനെ ഡാൻസ് കളിച്ച് മാസ് കാണിക്കും. പിന്നെ അടയക്കളയായിട്ട് നമുക്കൊരു ഒറ്റക്കണ്ണനുണ്ട്. പിന്നെ ഇവരുടെ എല്ലാവരുടെയും ബോസായ റോളക്സ് ബായ് ടൈം മാസ്റ്ററിൽ എഡിറ്റ് ചെയ്ത ഒരു ടെർമിനേറ്റർ. സോ നമ്മുടെ ഡൈനോസർ ബായും തബുവും കൂടി പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു. ഒരു വലിയ ലോറിയിലാണ്. ആരും കാണാതൊക്കെയാണ് പോകാൻ ഇവർ ഉദ്ദേശിക്കുന്നത്. പക്ഷെ എല്ലാവരും ഇവരെ എവിടെ നിന്ന് വെച്ച് കണ്ടാലും മനസ്സിലാക്കും. ഇപ്പൊ നമ്മുടെ പോക്കിരിയിലെ വടിവേലു വേഷം മാറി പോകുമ്പോൾ കണ്ടുപിടിക്കില്ലേ തലയിലെ ആ കുടുംബി കാരണം, അതേപോലെ തന്നെ ഇത്രയൊക്കെ തന്നെ ഒളിച്ചും പാത്തും പോകാന്ന് വിചാരിച്ചാലും ലോറിയിൽ വെച്ചിട്ടുള്ള ലൈറ്റിനെ കുറിച്ചൊന്നും ഇവർക്ക് ഒരു ഓർമ്മയില്ല. ഫുൾ ബിനാലായിട്ടാണ് പോകുന്നത്. സോ എത്ര വലിയ ഉൾക്കാടിലാണെങ്കിലും ഇവരെങ്ങനെ പോയാലും കണ്ടുപിടിക്കും. ഇതേ സമയത്ത് തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് പുതിയൊരു കോൺസ്റ്റബിളും കുറെ ആൾക്കാർ എത്തുന്നുണ്ട്. അത് പോലീസ് സ്റ്റേഷൻ, അത് കൃഷി ഓഫീസോ. സോ ഈ ബിനാല ലോറി കൊണ്ട് പോകുന്ന നമ്മുടെ ഡൈനോസർ ഗ്യാങ്ങിനെ ആദ്യ ഗ്യാങ് അറ്റാക്ക് ചെയ്യുന്നു. ആദ്യത്തേത് ബൈക്കർ ഗ്യാങ്. അവിടെ നമുക്ക് റോഡ് റേഷിന്റെ 1080p കാണാം. പക്ഷെ 10 കൊല്ലം ജയിലിലിരുന്ന സമയത്ത് നമ്മുടെ ഡൈനോസർ ബായ് വെറുതെ ഇരിക്കല്ലായിരുന്നു. അങ്ങനെ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ടിവിയിൽ ഒരു 100 വട്ടം കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ലോറി വെച്ചിട്ടുള്ള സ്കില്ലും ഡ്രിഫ്റ്റുകളൊക്കെ നമുക്ക് അവിടെ വെച്ച് കാണാം. ഇത് കഴിഞ്ഞാൽ പിന്നെ ലോറിയുടെ മേലെ കയറിയിട്ടുള്ള സാഹസങ്ങളാണ്. എന്ത് ആ കുപ്പി എന്റെ നേർക്കല്ലേ വരുന്നത്, തട്ടിക്കളി ശിവനെ ബൈക്ക് ടയർ ഇറക്കി അറിയാം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പഴയ തെങ്ങേറ്റം മാത്രമല്ല മൂപ്പർക്ക് കവുങ്ങുകയറ്റം കൂടി ഉണ്ടായിരുന്നു എന്ന് ഉറപ്പിക്കുന്ന രീതിയിൽ ഓരോ കുരങ്ങചാട്ടം. ലോറി വിട്ട് കഴിഞ്ഞാൽ പിന്നെ ബൈക്കിലാണ്. ഫ്രണ്ട് പൊക്കുന്നു, സ്കിഡ് ചെയ്യുന്നു, ഓപ്പോസിറ്റ് വരുന്നവന്റെ ഫ്രണ്ട് ബ്രേക്ക് പിടിക്കുന്നു, ഓപ്പോസിറ്റ് വരുന്ന ബൈക്കിന്റെ അടിയിൽ കൂടെ സ്കിഡ് ചെയ്യുന്നു, റോഡ് റേഷ് കളിക്കുന്നു, ബൈക്ക് കൊണ്ട് പറക്കുന്നു. സോ ഇത്തരം സാഹസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും ആദ്യ അറ്റാക്ക് തീർന്നു. നെക്സ്റ്റ് സെക്കൻഡ് അറ്റാക്ക്. രണ്ടാമത് വരുന്നത് ബൈക്കർ ഗ്യാങ് അല്ല, ട്രാക്ടർ ഗ്യാങ് ആണ്. ട്രാക്ടറും കൊണ്ട് വന്ന് ഈ ട്രൗസർ ഇട്ട് നിൽക്കുന്നത് ബോഡി ബിൽഡിംഗ് കോമ്പറ്റീഷൻസിന്റെ ആൾക്കാരല്ല, യമണ്ടൻ ഗാങ്സ്റ്റേഴ്സ്. ഇവർ ഷർട്ടില്ലാണ്ട് വന്ന് നിൽക്കുന്നവരും പ്രധാന കാരണമുണ്ട്. എന്നാൽ മാത്രമാണ് ഡൈനോസർ ബായ് ഇടിക്കുമ്പോൾ ഇവരുടെ എല്ലൊക്കെ പുറത്ത് വരുന്നത് കാണിക്കാൻ പറ്റുള്ളൂ. അവിടെ ഈ ഗാങ്സ്റ്റേഴ്സിനൊക്കെ ബായ് ഒറ്റയ്ക്ക് ചവിട്ടി പാർപ്പിക്കുന്നു. സോ എല്ലും പല്ലൊക്കെയാണ് ഇവരുടെ മെയിൻ വീക്ക്നെസ്. അങ്ങനെ അവിടെ വെറുതെ നിന്ന് ഏതൊരുത്തന്റെ പല്ലിടിച്ച് താർക്കുന്നുണ്ട് ബായ്. അപ്പൊ ആളുടെ വായിലുണ്ടായിരുന്ന തുപ്പൽ മുഴുവൻ നമ്മുടെ മുഖത്തേക്കും. ഇതൊക്കെ 3D കണ്ടവർ കണ്ണുടച്ചിട്ടുണ്ടാവും. ഈ ട്രൗസർ ഗാങ്ങിന്റെ ഒപ്പം ഒരു പുലി കൂടി ഉണ്ടായിരുന്നു. പക്ഷെ അത് ആദ്യ സീനിൽ തന്നെ കണ്ടമൊഴി കൂടി. പക്ഷെ ഇങ്ങേര് നോക്കുന്നത് ഈ പുലിനല്ല, ഇങ്ങേർക്ക് കോങ്ങണ്ണുണ്ട് കേട്ടോ. സോ മൂന്നാമത്തെ അറ്റാക്ക് ചെറിയൊരു റോഡ് ബ്ലോക്ക് ആണ്. പക്ഷെ ഇതൊക്കെ ബായ്ക്ക് ജുജുബി മാറ്റർ. ദെൻ നാലാമത്തെ അറ്റാക്ക് അത് ഷവായി ഫെസ്റ്റ് ആയിരുന്നു. ആദ്യം ബായ് കുറെ പേരെടുത്ത് കിണറ്റിലിടും. അത് കഴിഞ്ഞ്
പാൻ എടുത്ത് നെറ്റി പൂശി അവിടെ നിന്നൊരു ഷൂലെടുത്ത് ഷവായി കമ്പായി മാറ്റുന്നുണ്ട് നമ്മുടെ ബായി. പിന്നീട് അങ്ങോട്ട് ഷവായി ഫൈറ്റ് ആണ്. 20 അൽഫാം ഒറ്റയ്ക്ക് നിന്ന് ബായിക്ക് ഈ ഷവായൊക്കെ എന്ത് അൽഫാം, ഷവായി, ടിക്ക, ഷവർമ, അൺലിമിറ്റഡ് മന്തി, ആവോ ആവോ ജൽദി ആവോ, ഹോയ് 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 ഹോയ്. ഇത് തോന്നിയല്ല, ബായ് മാസ് കാണിച്ചാണ്. എന്താ അത്? ഈശ്വര, കസാര ഒടിഞ്ഞു. അത് കസാര ഒടിഞ്ഞല്ലേ, ബായ് ഒരാളെ കഴുത്ത് തിരിച്ചു കൊന്നാണ്. അത് കഴിഞ്ഞ് ഷവായ കമ്പി ബൈക്കിന്റെ ഫ്രണ്ടിലും വെച്ചിട്ട് ബായുടെ ഒരു വരവുണ്ട് മോനെ, കൊല്ലം മാസ്. അങ്ങനെ ചാടി ആ ഡ്രൈവറിനും കൂടി ടിക്കയാക്കിയ ശേഷം ആ ഫൈറ്റ് അവസാനിക്കുന്നു. അപ്പോഴേക്കും രാവിലെയായി. പിന്നീട് അവർ പെട്ടെന്ന് കൃഷി ഓഫീസിലേക്ക് എത്തി, പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി. ഈ കേട്ടത് കോടിപതിയുടെ സൗണ്ട് അല്ല കേട്ടോ, അവര് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയപ്പോഴുള്ള സൗണ്ടാണ്. അപ്പോഴേക്കും പോലീസ് സ്റ്റേഷൻ വില്ലന്മാര് സറൗണ്ട് ചെയ്തു. ലോറി കണക്കിനാണ് ആള് വന്നത്. വണ്ടിയിൽ ബാക്കിൽ ഇരിക്കുന്ന സ്ഥലമില്ല, സോ ബോണറ്റിലേക്ക് ഇരുന്നിട്ടൊക്കെയാണ് അവർ വരുന്നത്. പിന്നെ ഈ പോലീസ് സ്റ്റേഷൻ എന്നൊക്കെ നമ്മുടെ അവിടെ ചുമരിന്റെ പുറത്തല്ല എഴുതുക, ഇതെന്ത് ഉള്ളില്. അങ്ങനെ അവസാനം ബായ് പോലീസ് സ്റ്റേഷന്റെ ഉള്ളിലെത്തി. അവിടെയാണ് ആക്ച്വൽ മിഷൻ തുടങ്ങുന്നത്. കൊതുകടി യന്ത്രം കിട്ടി. പിന്നെ അങ്ങോട്ട് ചറവറ കൊതുകടി. ഈ കൊതുകടി യന്ത്രം കണ്ടതും അതുവരെ ഇല്ലാത്ത കൊതുകുകൾ ഫുള്ള് കുഞ്ഞു കൂടി. ബായ് ആണെങ്കിൽ ഫുള്ള് പുകച്ച് തള്ളി എല്ലാത്തിനെയും. അവസാനം അങ്ങനെ മാരക ഫൈറ്റ് കഴിഞ്ഞ് ഗ്രീൻ സ്ക്രീൻ ഇട്ട് മകളോടൊപ്പം കുറച്ച് സെന്റിമെന്റ്സ് കാണിച്ചതിന് ശേഷം ബായ് തന്റെ അടുത്ത മിഷനിലേക്ക് പോവുകയാണ്. പക്ഷെ പടവട കഴിഞ്ഞിട്ടില്ല മക്കളെ, തൃശ്ശൂർ പൂരല്ലേ വരാനിരിക്കുന്നു. ഒരു എൻ ക്രെഡിറ്റ് സീൻ ഉണ്ട് ഇതിൽ, കിടിലൻ സാധനമാണ്. കഴിഞ്ഞ വിഷുവിന് പടക്കം വാങ്ങിയിട്ട് വരാന്ന് പറഞ്ഞ ബായിയുടെ പഴയ ശത്രുവായ ടെർമിനേറ്റർ ബായ് തിരിച്ചു വരികയാണ് ഒരു കപ്പൽ നിറയെ ചൈനീസ് പടക്കങ്ങളുമായി. സോ ടെർമിനേറ്റർ റോളക്സ് ബായിയുടെ അക്രമങ്ങൾ ഇനി നമ്മളെ അടുത്ത വാർട്ടിലാണ് കാത്തിരിക്കുന്നത്. പാൻ വേൾഡ് സംഭവം ലോഡിംഗ്. 25 കോടിക്ക് ലോകേഷ് കനകരാജ് അലമ്പാക്കി വെച്ച കൈദി എന്ന സിനിമയെ 100 കോടിക്ക് പെർഫെക്റ്റ് ആക്കി മാറ്റിയ ബോല ടീമിനും ഇത് തിയേറ്ററിൽ നിന്ന് 3Dയിൽ കണ്ട് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ട് ഇപ്പോഴും കണ്ണാശുപത്രിയിൽ ജീവിക്കുന്നവർക്ക് എന്റെ ആദരാഞ്ജലികളും നേരുന്നു. പിന്നെ ഇതുവരെ ഈ സിനിമ കാണാത്തവർ ഇനി കാണാൻ